ഞാൻ ഇന്നലെ എന്താണോ ഇന്നലത്തെ പെബിൾസ് വീഡിയോയിൽ പറഞ്ഞത് എക്സാക്റ്റ് അത് തന്നെയാണ് സംഭവിച്ചത്. നിങ്ങൾക്ക് ഓർമ്മ കാണും, ഞാൻ പറഞ്ഞു മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ അഗ്രസീവായിട്ടുള്ള ആ ഒരു ട്രേഡിലേക്ക് മാറൽ അത് സ്റ്റേബിലൈസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. കുറച്ച് സമയം, ഒരു 1 hour 45 minutes നമുക്കൊരു ഐഡിയ കിട്ടും. എന്നിട്ട് മാത്രമേ നിങ്ങൾ ആ ലെവലിൽ നീങ്ങാവുള്ളൂ എന്ന് പറഞ്ഞതാണ്. ഈ ക്യാൻഡിൽ നോക്ക്, മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് 23,501. പെട്ടെന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് പോയി. ശരിക്കും 21,501 ഓപ്പൺ ചെയ്തിട്ട് 23,844 വരെ പോയതിന് ശേഷം പെട്ടെന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് മാർക്കറ്റ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ലെവലിൽ വിത്തിൻ 1 hour പ്രോഫിറ്റ് ബുക്കിംഗ് പോയി എന്നുള്ളതാണ് സത്യം. നമ്മൾ 70 minutes ചാർട്ട് എടുത്താൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇതാണ് 75 മിനിറ്റ്. ആദ്യത്തെ 75 മിനിറ്റിലാണ് ഓപ്പൺ ചെയ്തതും ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തതും ഹൈ ഹിറ്റ് ചെയ്തതും. കുറച്ചുകൂടെ ഞാൻ അടുപ്പിച്ച് കാണിച്ചു തരാം. സോ ഫസ്റ്റ് 75 മിനിറ്റ്സാണ് ഓപ്പൺ ചെയ്തത്, ഫസ്റ്റ് ഹൈ ഹിറ്റ് ചെയ്തത്. നമ്മൾ 30 മിനിറ്റ്സ് എടുത്ത് നോക്കും നിങ്ങൾ. ഫസ്റ്റ് 30 മിനിറ്റ്സിലാണ് എല്ലാം നടന്നത്. ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തു, ഓപ്പൺ ചെയ്ത പാടെ ഹൈ ഹിറ്റ് ചെയ്തു, 23,850 ഹിറ്റ് ചെയ്തു. അതിനോടൊപ്പം തന്നെ സൂപ്പർ പ്രോഫിറ്റ് ബുക്കിംഗ് കൂടെ വന്നു. ശരിയല്ലേ? അതാണ് ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞത്. മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് കെയർഫുൾ ആയിട്ടിരിക്കുക. കാര്യം നമുക്കറിയില്ല മാർക്കറ്റ് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുമെന്ന്. നമ്മൾ വിചാരിക്കുന്ന രീതിയിലേക്ക് മാർക്കറ്റ് റെസ്പോണ്ട് ചെയ്യാൻ നമുക്ക് പറയാൻ സാധിക്കത്തില്ല. കാര്യം ധാരാളം ബാക്ക് എക്സ്പീരിയൻസ് ഇതിൻ്റെ അകത്ത് നമുക്ക് അത്യാവശ്യമാണ്. ഇങ്ങനത്തെ ഇവൻറ്റ്സിൽ മാർക്കറ്റ് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യാൻ സാധ്യത എന്നുള്ളത് നമ്മൾ കുറേ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എന്ന് മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞത് ബി കെയർഫുൾ എന്ന് പറയാൻ കാര്യം. ഞാൻ അതുപോലെ തന്നെ പറഞ്ഞ സെക്ടേഴ്സാണ് ഇന്ന് കയറിപ്പോയത്. ഡിഫൻസ് അല്ലെ പവർ അല്ലെങ്കിൽ എന്താ പറയണ്ടേ ഇൻഫ്ര ഒക്കെ ഇന്ന് വലിയൊരു പ്ലസിലേക്ക് ചാടി കുതിച്ചാട്ടം നടത്തി. ശരിക്കും ഇനി ഇന്നത്തെ മാർക്കറ്റ് എങ്ങനെ റെസ്പോണ്ട് എന്ന് വെച്ചുള്ളത്, ഇന്നത്തെ മാർക്കറ്റ് ബേസിക്കലി എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ റിസൾട്ടിൻ്റെ യാഥാർത്ഥ്യമായിട്ട് ചേർന്നായിരിക്കും ഇന്നത്തെ മാർക്കറ്റിൻ്റെ യാത്ര. അതുകൊണ്ട് തന്നെ ഫ്ലക്ച്വേഷൻസ് തീർച്ചയായും നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. ഫ്ലക്ച്വേഷൻ പോസിറ്റീവായിട്ടാണോ നെഗറ്റീവാണെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് മുൻവിധികളൊന്നുമില്ല. നമുക്ക് കാത്തിരുന്ന് കാണാം. മാർക്കറ്റിന് റെസ്പോണ്ട് ചെയ്യുന്നതിനെക്കുറിച്ച് നമുക്ക് കാത്തിരുന്ന് കാണാം. നിങ്ങൾ ഇങ്ങനത്തെ മാർക്കറ്റിൽ ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനത്തെ മാർക്കറ്റിലാണ് നമുക്ക് പോർട്ട്ഫോളിയോ റീബാലൻസ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും ഗോൾഡൻ ടൈം. എന്താണ് പോർട്ട്ഫോളിയോ റീബാലൻസ് എന്ന് പറയുന്നത്? നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു എന്താ പറയണ്ടേ റിസൾട്ടിൽ മോശമായിട്ടുള്ള വീക്കായിട്ടുള്ള സ്റ്റോക്കുകളുണ്ടെങ്കിൽ ഒരു മൊമെൻറ്റത്തിൽ മാർക്കറ്റ് കയറുമ്പോൾ അതിലും ഒരു മൊമെൻറ്റം കിട്ടുവാണെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് കഴിവതും എന്താ പറയണ്ടേ എക്സിറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ നിങ്ങൾക്ക് പരിശോധിക്കാം. സപ്പോസ് നിങ്ങൾ കോസ്റ്റിലൊക്കെ നിൽക്കുകയാണ്, മനസ്സിലാവും, ഒരു മൊമെൻറ്റം കയറി കോസ്റ്റ് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എന്താ പറയണ്ടേ ഒരു പരിധി വരെയൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാം എന്തുമാത്രം സ്കോപ്പ് ഉണ്ട് ഈ സ്റ്റോക്കിന് മേളിൽ കയറാനായിട്ട്, അല്ലെങ്കിൽ ഈ സെക്ടർ പെർഫോം ചെയ്യുന്നതാണോ അത് ഈ സ്റ്റോക്കിൻ്റെ. നിങ്ങൾക്ക് എൻ്റെ പല റിസൾട്ട് വീഡിയോയിലും മിനിമം അനാലിസിസ് എങ്ങനെ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ തന്നിട്ടുണ്ട്. അപ്പം ആ അനാലിസിസ് വെച്ച് സ്റ്റോക്കിൻ്റെ Q4 പെർഫോമൻസ് ബെറ്റർ ആണോ, YoY ബെറ്റർ ആണോ, ക്വാർട്ടർ ബെറ്റർ ആണോ, അതുപോലെ തന്നെ P&L നല്ലതായിട്ട് വന്നോ, ഇതെല്ലാം അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റും. ആ തീരുമാനം എടുക്കേണ്ട സമയമാണ് ഇപ്പം. അങ്ങനെയൊക്കെ തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പോർട്ട്ഫോളിയോ റീബാലൻസ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ മോശമുള്ള സ്റ്റോക്കുകളെ മാറ്റിയിട്ട് നല്ല സ്റ്റോക്കിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പോർട്ട്ഫോളിയോ കുറച്ചുകൂടെ ക്വാളിറ്റേറ്റീവായിട്ട് വളർത്തിയെടുക്കാൻ സാധിക്കും. അതാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. നമുക്ക് ഇങ്ങനത്തെ മാർക്കറ്റ് ചിലപ്പം ഒരു 10% 15% അഗ്രസീവ് അല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ പ്രോഫിറ്റ് മിസ്സായേക്കാം. അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. ദീസ് ആർ നാച്ചുറൽ തിങ്സ്. നമ്മുടെ ഫോക്കസ് നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഒരു സ്റ്റോക്കുകൾ എന്തെങ്കിലും വീക്കായിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോക്കുകളുടെ റിസൾട്ടും വീക്കാണ്, ആ സ്റ്റോക്കിൽ ഏണിങ്സ് ക്ലാരിറ്റിയും വീക്കാണെങ്കിൽ തീർച്ചയായും മൊമെൻറ്റത്തിൽ സ്റ്റോക്ക് കയറിപ്പോയാൽ തീർച്ചയായും നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ സാധിക്കും ഏത് സമയത്ത് ആ സ്റ്റോക്കിൽ നിന്ന് മാറിയിട്ട് ഒരു ക്വാളിറ്റി സ്റ്റോക്കിൽ മാറണം. ഇപ്പോൾ ക്വാളിറ്റി സ്റ്റോക്ക് എന്ന് വെച്ചാൽ എന്താണ്? ക്വാളിറ്റി സ്റ്റോക്ക് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഏണിങ്സ് ക്ലാരിറ്റി സൂപ്പർബ് ആയിരിക്കണം. അടുത്ത 2-3 കൊല്ലത്തേക്കുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ത്രൈവ് ചെയ്യാനായിട്ടുള്ള ഓർഡർ കയ്യിൽ വേണം. റിസൾട്ട് സൂപ്പർ റിസൾട്ട് ആയിരിക്കണം, റിസൾട്ട് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം, ഒരു ഹ്യൂജ് വാല്യൂഷൻ പോകാത്ത ഡീസൻറ്റ് വാല്യൂഷൻ കിടക്കുന്ന സ്റ്റോക്ക് ആയിരിക്കണം, സെക്ടർ ട്രെൻഡിങ് സ്റ്റോക്ക് ആയിരിക്കണം, ഔട്ട് പെർഫോമിംഗ് സെക്ടറിലെ സ്റ്റോക്കുകളായിരിക്കണം. ഇങ്ങനത്തെ സ്റ്റോക്കുകൾ നിങ്ങൾ കണ്ടെത്താൻ സാധിച്ചാൽ ദാറ്റ് ഈസ് ദി ബെസ്റ്റ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അതുകൊണ്ട് തന്നെ നമ്മുടെ ആയിട്ടുള്ള പ്രിയോറിറ്റീസ് നമ്മൾ തീർച്ചയായും ചെയ്യണം. ആ പ്രിയോറിറ്റി ഞാൻ ഈ പറഞ്ഞ പോലെയൊക്കെ പോർട്ട്ഫോളിയോ റീബാലൻസിങ്ങിൽ ബേസ് ചെയ്തായിരിക്കണം. അങ്ങനെയൊക്കെ റീബാലൻസ് സാധിച്ചാൽ നിങ്ങൾക്കൊരു എന്താ പറയണ്ടേ ഈ മാർക്കറ്റിൽ നിന്ന് തന്നെ തീർച്ചയായും നിങ്ങൾക്ക് കുറേ കൂടെ ഒരു വൈസായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാൻ തീർച്ചയായും സാധിക്കട്ടെ.